പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ ഭക്ഷണം തേടി വന്ന 23 പേർ ഉൾപ്പെടെ 51 പേരെ ഇസ്രായേൽ സേന ഇന്ന് വെടിവെച്ചു കൊന്നു. പട്ടിണി മൂലം 3 പേർ കൂടി കൊല്ലപ്പെട്ടതായി ഗസ അധികൃതർ അറിയിച്ചു. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് കാനഡ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തി. ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് ഹമാസിന് മാത്രമേ ഗുണം ചെയ്യൂവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. വെടിനിർത്തൽ കരാറിന് തുരങ്കം വെച്ചത് ഹമാസ് ആണെന്നും അമേരിക്ക ആരോപിച്ചു. ഇസ്രായേലിലെത്തിയ US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഗസ യുദ്ധം ഉടൻ നിർത്തിയില്ല എങ്കിൽ ഇസ്രായേൽ ഒറ്റപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി മുൻ സൈനിക മേധാവികളും ടെൽ-അവീവിൽ റാലി നടത്തി. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. നാസർ, നമുക്ക് ആദ്യം ഗസയിലെ സ്ഥിതി പരിശോധിക്കാം. അവിടെ പട്ടിണി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണോ? ദിവ്യ, തീർച്ചയായിട്ടും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഇളവ്, സ്ഥിതിഗതികളിൽ ഒരു മാറ്റം ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്നാണ് ഗസയിൽ നിന്ന് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. കാരണം ഗസയിലെ 3 കേന്ദ്രങ്ങളിൽ 10 മണിക്കൂർ വീതം വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ റഫ അതിർത്തി മുഖേന ഭക്ഷ്യവസ്തുക്കൾ കയറ്റിവിടാനുള്ള പരിമിതമായ തോതിലാണെങ്കിലും അത്തരമൊരു അനുമതി ഇസ്രായേൽ നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനോ ഈ പട്ടിണി പരിഹരിക്കാനോ ഉതകുന്ന ഒരവസ്ഥയിലേക്ക് ഇനിയും വന്നിട്ടില്ല എന്നാണ് ഇന്നും നടക്കുന്ന കൂട്ടഭരണങ്ങളും അതോടൊപ്പം തന്നെ പട്ടിണി മരണങ്ങളും കൃത്യമായി തന്നെ നമുക്ക് സൂചന നൽകുന്നത്. കാരണം ഈ സ്ഥിതിഗതികൾ മാറണമെങ്കിൽ യുനർവ ഉൾപ്പെടെയുള്ള UN ഏജൻസികളെ ഈ ഭക്ഷ്യവിതരണ സംവിധാനം ഏൽപ്പിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് റഫ അതിർത്തി മുഖേന നിത്യം 600 ട്രക്കുകൾക്കെങ്കിലും അനുമതി നൽകുകയും വേണം. ഈ ഒരു ആവശ്യമാണ് UN ഉൾപ്പെടെയുള്ള ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും അതേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും 100-ന് ചുവടെ ഉള്ള ഒരു ട്രക്കുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ആ ട്രക്കുകൾ തന്നെയും ഗസയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടങ്ങളിൽ ഇസ്രായേൽ സൈനിക അനുമതിയോടുകൂടി അത് കയ്യേറുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ട്രക്കുകളിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒരു കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂട്ടുസംരംഭത്തിന് ഇനിയും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള ഒരു അരാജകത്വം രൂപപ്പെടുന്നതും അവിടേക്ക് വെടിവെപ്പ് എന്നത് കൃത്യമായിട്ടുള്ള നേരത്തെ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി പോലെ ഈ വെടിവെപ്പ് തുടരുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് മാത്രം 23 പേരാണ് ഈ ഭക്ഷണം തേടി വന്ന മനുഷ്യരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 71 പേരാണ് ഈ വിധത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തേടി വന്ന പട്ടിണിപ്പാവങ്ങളെ ക്രൂരമായിട്ട് വെടിവെച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥിതിഗതികൾ മാറണമെങ്കിൽ എല്ലാ UN ഉൾപ്പെടെയുള്ള ഏജൻസികളൊക്കെ വ്യക്തമാക്കുന്നത് റഫ അതിർത്തിയിലൂടെയും മറ്റും വളരെ വിപുലമായ തോതിൽ വിലക്കുകളില്ലാതെ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കണം. അത് പിന്നെ വളരെ കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാൻ UN ഏജൻസികൾക്ക് തന്നെ അതിൻ്റെ ചുമതല കൈമാറണം. അതല്ല എങ്കിൽ ഈ സ്ഥിതിഗതികൾ ഈ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആളുകളുടെ പരക്കം പാച്ചിൽ തുടരും. അതോടൊപ്പം തന്നെ ഈ വെടിവെപ്പും പിന്നെ ഈ പട്ടിണി കൊലയും തുടരും. ഇപ്പം 3 കുട്ടികൾ ഉൾപ്പെടെയാണ് ഇന്ന് പിന്നെ പട്ടിണി മൂലം മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടുകൂടി മരണസംഖ്യ ഏതാണ്ട് 160-ന് മുകളിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലെ വിവിധ ആശുപത്രികളിൽ ഇന്ധനക്ഷാമം ഇപ്പോൾ പോലും അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നില്ല. ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവർക്ക് വിധേയമാകുന്ന രോഗികൾക്ക് ഏറ്റവും ക്രമീകരിച്ച രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലും കൈമാറാൻ സാധിക്കുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യങ്ങൾ മാറണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാരമായിട്ടുള്ള പിന്നെ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഇസ്രായേലിൽ എത്തിയിരിക്കുന്നതെന്നാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ നേരമാണ് അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ ചർച്ച പൂർത്തീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചർച്ചയിലൂടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല. ചർച്ചകൾ അനിശ്ചിതമായിട്ട് നീണ്ടുപോവുകയും കാര്യങ്ങൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള വെള്ളം പോലെയുള്ള അവശ്യ വസ്തുക്കൾ ഗസയിലെ ജനങ്ങൾക്ക് എത്തിക്കണമെന്ന ആവശ്യത്തോട് പോലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത രീതിയിലുള്ള പ്രതികരണമാണോ നെതന്യാഹുവിൽ നിന്ന് വരുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഈ അന്തർദേശീയ സമ്മർദ്ദം ഒരുപക്ഷെ ഇസ്രായേൽ കരുതിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, അതോടൊപ്പം തന്നെ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ചില ഇളവുകൾ തങ്ങൾ വരുത്തുന്നുണ്ട്. പട്ടിണിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഇളവുകൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ആ ഇളവുകൾ പ്രയോഗതലത്തിൽ വരുന്നതിൻ്റെ ഒരു സൂചന പോലും ഇപ്പോൾ പോലും വ്യക്തമല്ല. കാരണം 10 മണിക്കൂർ
വെടിനിർത്തൽ എന്ന് പറഞ്ഞു. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബെയ്ത്തുഹാനൂൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുരുതികൾ ഈ പിന്നിട്ട ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത്. അപ്പം ലോകത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ചില തന്ത്രങ്ങൾ എന്നതിലപ്പുറത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാനോ ഈ പട്ടിണി മറികടന്നുകൊണ്ട് ജനതയ്ക്ക് അതിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഭക്ഷണവും വെള്ളവും അതോടൊപ്പം തന്നെ മരുന്നും എത്തിക്കാനുള്ള ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു നടപടികളും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അമേരിക്ക ഇതിന് കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയ പ്രതികരണങ്ങളുമൊക്കെ ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതി തന്നെയാണ് ഇപ്പോൾ ഗസയിൽ പിന്തുടരുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് എന്ന് തെളിയിക്കുമാറുള്ള പ്രതികരണങ്ങളാണ് ഏറ്റവും അവസാനം പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. കാരണം ഗസയിൽ ഒരു വെടിനിർത്തൽ രൂപപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി പട്ടിണി ഉൾപ്പെടെയുള്ള പ്രതിസന്ധി മറികടക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എങ്കിൽ തങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ കൂടെ തന്നെ നിലയുറപ്പിക്കും. അതല്ലാതെ മറ്റൊരു പോംവഴി തങ്ങളുടെ മുമ്പിലില്ല എന്നുകൂടിയാണ് ബ്രിട്ടനും ഫ്രാൻസും അതോടൊപ്പം തന്നെ അല്പം മുമ്പ് കാനഡയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമ്മർദ്ദത്തിലൂടെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ വരുമോ എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ മേഖലയിലെ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തുമൊക്കെ തങ്ങളുടേതായിട്ടുള്ള പരിമിതമായ അർത്ഥത്തിൽ ചില വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ദിവ്യ.